നീ ഇന്ന് എന്നാടി സിസി പള്ളി വരാഞ്ഞ? ചേട്ടന് കാലുവേദന ആയിരുന്നു നീ. അതിന് ചേട്ടനല്ലേ കാലുവേദന, നിനക്കെന്നാ വരാൻ? അപ്പൊ എനിക്ക് മടിയായിരുന്നു. അല്ല, ആ കിഴക്കേപ്പാടത്തെ കല്യാണം നിങ്ങൾ വിളിച്ചു? ഓ, അവരൊക്കെ നമ്മളെ ഒന്നും വിളിക്കത്തില്ലപ്പാ. അതെന്നാ പറ്റിയെന്നേ? പണ്ടെങ്ങാണ്ടോ അതിര് തർക്കം നടന്നപ്പോഴേ എന്റെ അതിയാൻ അവരെ മുണ്ടുപൊക്കി കാണിച്ചത്. ഓ, അതും പറഞ്ഞാണോ കല്യാണം വിളിക്കാഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ എന്നേ മിണ്ടാതിരിക്കണം. ഞാനിപ്പോഴും മിണ്ടുന്നില്ലേ? എന്നാണ് കണ്ടാ വിളിക്കുന്നു. പറഞ്ഞില്ലെങ്കി ഇപ്പൊ പോവില്ല. അല്ല, വേറൊരു കാര്യം ചോദിക്കാൻ മറന്നോയില്ല. ആ പൈപ്പിൻ ചോട്ടിലേക്ക് ലീലാമ്മ ചേച്ചിയായിട്ട് എന്തായിരുന്നു കുഴപ്പം? ആ പെണ്ണുമ്പിളക്ക് പ്രാന്ത്. എന്നാ പ്രശ്നം എന്താ? അവര് പൈപ്പിൻ ചോട്ടി പിടിച്ചു വെച്ച വെള്ളം എടുത്ത് ഞാൻ കുളിച്ചെന്ന്. അയ്യോ, എന്നാ നോണയാ നീ പറയുന്നേ? പിന്നെ അല്ലാതെ. നീ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യോ? അത് അവരും കൂടെ ചിന്തിക്കേണ്ടി ചോദിച്ചേ. വെള്ളം എടുത്തെന്ന് പറഞ്ഞു, നീ കുളിച്ചെന്ന് പറഞ്ഞ ആര് വിശ്വസിക്കാനാ? അതെന്നാ വർത്തമാനം അടി നീ ആ പറഞ്ഞത്? കരോട്ടത്തോട്ടത്തില് സുഭാഷിനോട് സുനിയോടും ഒക്കെ ഒന്ന് ചോദിച്ചു നോക്ക് ഞാൻ കുളിക്കുമെന്ന്. അല്ല പിന്നെ അവന്മാരൊക്കെ ഇങ്ങനെ പണിമനക്കെട്ട് നിൽക്കുന്ന വെറുതെ ആണോ? അപ്പൊ അത് അവന്മാരുടെ സ്ഥിരം പരിപാടിയാണല്ലേ? എല്ലാം പോട്ടെ, ഈ മൊബൈലാന്നേ പ്രശ്നം. കേട്ടാലും കേട്ടില്ലേലും ഇന്ന് അലക്ക് മാത്രമേ ഉള്ളൂ, കുളിയില്ലേ? ശരിയാ, ഇതൊരു അറിയിപ്പായിട്ട് എടുക്കണേ. ഈ സമയത്ത് വയറ് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങണം. എന്നിട്ട് 5:30 മണിക്ക് കൃത്യമായിട്ട് കൂലി മേടിക്കണം. ചേട്ടോ, സുദർശനൻ. സുദർശനൻ സുദർശനൻ മാറാടത്ത് എച്ച് മുടക്കുഴ പിയോ അകനാട് എറണാകുളം. ഇവിടെ ഇയാള് പെയിന്റ് ചെയ്യുന്ന ആളാണോ? അല്ല, പ്ലംബറാ? സുദർശനൻ അതാ കൊച്ചുതാഴപ്പുറത്തില് ദേവിയുടെ വീടിന്റെ താഴെ താമസിക്കുന്ന പുള്ളല്ലേ? പണ്ട് കട്ടലായിട്ടൊക്കെ ഉണ്ടായിരുന്നൊരു. അതല്ലടാ, ഇത് പ്ലംബർ സുദർശന ഇവൻ ചോദിക്കണേ. പ്ലംബർ സുദർശൻ? പ്ലംബർ സുദർശൻ അപ്പൊ മനസ്സിലായി. ഏതാ? നമ്മള് ഉള്ളാട്ടുമല്ലേ ജൂലീസില്ലേ, ജൂലീസിന്റെ വീടിന്റെ പുറകിലുള്ള വീടായിരിക്കും ഉദ്ദേശിക്കണേ. അതല്ല, അവിടെ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയതാ, അവിടെ പറമ്പെത്താൻ പോയതാ. ആ വീടല്ല. ഞാൻ സുദർശൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാലക്കാട്ടുകാരുടെ വീട്ടില് വാടക താമസിക്കണോ? അവന്റെ പേര് ജോസനല്ലേ? അവിടെ ഇപ്പൊ ഒരു പാർട്ടിക്ക് വാടക കൊടുത്തേക്കാള, തോപ്പിൽ യൂസ് ഒരു പാർട്ടിക്ക് വാടക കൊടുത്തേക്കാം. ഒരു കമ്പെടുത്തടാ, ഒരു കമ്പെടുത്തേ. ഈ പള്ളിക്കത്താഴ് ചെന്ന് വട്ടിറങ്ങി പോകുമ്പം അവിടെ സുദർശൻ ഉണ്ട്. അവിടെ സുദർശൻ പുള്ളി ഓട്ടോ മെക്കാനിക്ക്. അത് മാധവൻ ചേട്ടന്റെ മോൻ. ഈ വലിയ കമ്പെടുത്ത കുനിഞ്ഞു നോക്കണ്ടേ? അവൻ ഓട്ടോറിക്ഷ ഓടിക്കുമല്ലേ? ആര്? മാധവൻ ചേട്ടന്റെ മോൻ തന്നെയല്ലോ. അവന്റെ കാര്യത്തിനാ പറഞ്ഞ. അവനല്ലെന്നേ, അവന്റെ വീടിന്റെ അടുത്ത് വേറെ സുദർശൻ ഉണ്ട്, അവിടെ താമസിച്ചാന്നേ. ഞാൻ പറഞ്ഞില്ല, ആ സരള ചേച്ചിയൊക്കെ മോളെ കണ്ട ഒരു കല്യാണം ആലോചിച്ച് വന്നിട്ട് എന്തോ വിഷയമൊക്കെ ഉണ്ടായ ഒരു സുദർശൻ. കൊച്ചുപാറക്കാരെ വീടിന് അല്ല ഞാൻ പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇതിന്റെ ഞാൻ പറയട്ടെ, ഇത് നമ്മുടെ പാലക്കത്താഴത്ത് നിന്ന് വന്ന വഴി. അത് പാലക്കത്താഴത്ത് വന്ന വഴി. ഇവിടെ നിന്ന് ഈ ഇങ്ങോട്ടൊരു വഴിയില്ല, ആ പള്ളിക്കുരിശിനെ തൊട്ടപ്പുറമാണ്. നീ എന്തെന്നാ പറയണേ? നീ ഒരു കമ്പെടുത്തത് ഞാൻ ഈ ഇവിടെ ഇങ്ങനെ വരുമ്പോ ഈ പള്ളിക്ക് പള്ളിക്കുരിശിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വഴിയുണ്ടെന്നേ. ഉണ്ട്, ആ വഴിയുണ്ട്. പക്ഷെ ഞാൻ അതല്ല, ഞാൻ നിനക്കത് കറക്റ്റ് കാണിച്ചിട്ട്. ഞാനിപ്പോ നമ്മളിപ്പോ ഇവിടുന്ന് പള്ളിക്കത്താഴത്ത് ഇപ്പൊ നമ്മൾ ഈ വഴിയിലേക്ക് ഇങ്ങോട്ട് പോകുന്നല്ലോ, ഇങ്ങനെ പോകുന്ന നമ്മൾ ഇവിടെ എത്തൂലോ. ഇത് കനാലാന്നേ, അതിന്റെ താഴത്തേക്ക് ഇങ്ങനെ വരുമ്പെന്ന് പറഞ്ഞൊരു ജാറും ഒരു പള്ളിക്കുറ്റിയും അതിന്റെ സൈഡിൽ കൂടെയുള്ള വഴിയത്. ഒരു കമ്പി കിടന്നു. ഞാൻ പറഞ്ഞു എടാവേ, ഇതിങ്ങനെ പള്ളി അവിടെ നിന്നുള്ള റോഡ്, ഇത് കനാലിന്റെ റോഡ്. അല്ല ഞാൻ പറയട്ടെ, ഈ വഴിയാണ് കനാലാക്കിയത്. അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അത് കനാലാക്കിയോ? നിങ്ങൾ എന്നാ പറയുവാണ്? അതാണ് ഇത്. നമ്മള് കുരിശോട്ടിൽ ലൈൻ ഇങ്ങനെ പോരും, ഇതിങ്ങനെ കനാൽ റോഡ് പോരുന്നു. ഇവിടെയല്ല നമ്മള് കൊച്ചുപാറ മാനചേട്ടൻ താമസിക്കുന്നത്. തെറ്റി, നിനക്ക് തെറ്റി. ഇപ്പൊ നമ്മുടെ പള്ളിപ്പടിയിൽ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് പോന്നോണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങോട്ട് പോന്നോട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെയാണ് ഇവിടെ ആ ജാറും ആ അമ്പലക്കുരിശുണ്ടെന്ന് ഞാൻ പറഞ്ഞേ. അമ്പലക്കുരിശ് അവിടെയാണോ? ആത്താനിക്ക് പൗലോസിന്റെ വീടിന്റെ മുറ്റത്തല്ലേ ഇതിരിക്കണേ? ആ വീടല്ലേ സുമാരം മേടിച്ചേക്കണേ തോപ്പിലെ. തോപ്പില് സുമാരം വാങ്ങിച്ചോ? എത്ര രൂപയ്ക്ക്?
അവരെ കണ്ട് എന്നിട്ട് 13 ലക്ഷം രൂപ 12 ലക്ഷം രൂപ ഒക്കെ മേടിച്ചെന്ന് എനിക്ക്. ഈ സുധാകരൻ ഈ നാട്ടിൽ കുറെ സ്ഥലം വാങ്ങിച്ചു കൂട്ടും. ഇന്ന് മിണ്ടാട്ടിരുന്നാണ് ഞങ്ങളിവിടെ വഴി നോക്കട്ടെ എന്ന്. ഈ സുധാകരന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ആ പിള്ളേ പെണ്ണുമ്പിള്ള പറഞ്ഞ ആ പിള്ള പറഞ്ഞ ഇത് സുകുമാരൻ ഒന്നും മിണ്ടാട്ടിരിക്കണം. എനിക്ക് വഴി ഞാൻ പറയാന്ന് പറഞ്ഞില്ല. സുകുമാരനാണ് സുധാകരനാണ് ആരാണ് ശരി. ആ പിള്ളയുടെ പെണ്ണുമ്പിള്ള നമ്മുടെ ആ ചലഞ്ചർ വണ്ടിയെ പോണ കണ്ടക്ടല്ലേ. ആ ചെറുക്കൻ. പിന്നെ പിള്ള മൂത്ത മോളില്ലേ, മൂത്ത മോള് ബാബു എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷ അവനുമായിട്ട് ചെറിയ അംഗ പണ്ടേ പഴുത്ത കുടുംബാടാ എനിക്കറിയാത്. സുദർശൻ പൊക്കോളെ ഞാൻ നീട്ടാണ്ടേ. ബാബു ശരിക്കും പറഞ്ഞ രാത്രിയുടെ ഇറങ്ങാണ്, മാധവൻ ചേട്ടന്റെ ഇറങ്ങണല്ലേ. അമ്മ ഇറങ്ങണം പറഞ്ഞതല്ലേ, സകല ന്യൂസും പിടിച്ചോണ്ടാണല്ലോ അമ്മ വരുള്ളൂ. മാധവന്റെ ഇറങ്ങാൻ അത് കൃത്യം അറിയാവുന്ന ആർക്കാന്നറിയോ, ബേസിന്റെ അപ്പം കുഞ്ഞുറീതേതാ പുള്ളിയുടെ കടയിൽ ചെന്നാൽ കൃത്യമായിട്ട് കാര്യം അറിയാൻ പറ്റും. ഓട്ടോ കുഞ്ഞുറീതേന്റെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ കൃത്യം അറിയാൻ പറ്റും. ആ മുഖമൊക്കെ കറക്റ്റായി നമുക്കൊന്ന് പോയോക്കാം. നീ കമ്മ പിടിച്ചോണ്ടോ, ഞാൻ പോരാ. ഈ കമ്മം പിടിച്ചോ. പറഞ്ഞോ പറഞ്ഞു. ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട്. ആ കുഞ്ഞുറീതേന്റെ കട പറയുന്ന ഞങ്ങൾ കാര്യം ചോദിച്ചിട്ടില്ല. പോയാ അതെ ലോട്ടറി വേണ്ട. ഞങ്ങൾ 3 പേരും കൂടെ എടുത്ത ലോട്ടറിയുടെ റിസൾട്ട് ആണ് തന്നെ. 3 മണിക്ക് 3 മണിക്ക് പടാ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാം. എന്നിട്ട് എടുക്കാം. എന്നിട്ട് മതി. വേണ്ടതേ അവിടെ എടുത്തോ. എനിക്ക് അമ്പലത്തിൽ ചെന്നിട്ട് ഒരു ശത്രുസംഹാര പുഷ്പാഞ്ജലി നടത്താനുണ്ട്. അത് പെണ്ണുമ്പിളക്കെതിരെയാ. ഇന്ന് പോയടാ അവിടുന്ന്. എപ്പോ നോക്കിയാലും പെണ്ണുമ്പിള്ളയുടെ കാര്യം പറയാനുള്ളൂ നിനക്ക് സമയം. നിങ്ങൾ കല്യാണത്തിന് പോകണ്ടോടി വെച്ചേ? പിന്നെ വിളിച്ച സ്ഥിതിക്ക് പോവാണ്ടിരിക്കാൻ പറ്റുമോ? ഒന്നോർത്താ ഞങ്ങളെ വിളിക്കാഞ്ഞാ നന്നായി. പോയ 500 രൂപ കൊടുക്കണ്ടേ? വീട്ടിൽ നേരെ തിരിച്ചാ പറയുന്നേ. 500 രൂപയൊക്കെ എല്ലാവർക്കും കൂടി പോയി വരാല്ലോ. വീട്ടില് ചാച്ചനും അമ്മയൊക്കെ വരുന്നുണ്ട്. 500 രൂപ കൊടുത്തിട്ട് ഈ 9 പേരോ? ഇത് കുറച്ച് കടുപ്പം തന്നെയാണേ. ദേവി, ലോട്ടറി എടുത്ത് മുടിഞ്ഞു പോയവരാ ഞങ്ങളെല്ലാം. ഞങ്ങൾക്ക് ഇത് അവസാനമായിട്ട് ഷെയർ ഇട്ടൊരു ലോട്ടറി എടുത്തേക്കണേ. ഇതെങ്ങനെയെങ്കിലും അടിച്ച് ഞങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ മാറ്റിത്തന്നു. ഞങ്ങളെ കാണാവുന്ന നേരത്തെ വഴിപാടുകളെല്ലാം ഞങ്ങൾ ചെയ്യും. ദേവി, ഈ 75 ലക്ഷം രൂപ അടിച്ചു കഴിഞ്ഞാൽ 50 വെളിച്ചെണ്ണ മേടിച്ച് ഞാൻ കത്തിച്ചോളാം. ദേവി എന്നാന്ന് ദേവീന്നല്ല ദേവീനാ. ദേവി, ഈ ലോട്ടറി അടിക്കുകയാണെങ്കിൽ എന്നും ഞാൻ ദാസനായിട്ട് ഈ നടക്ക തന്നെ ഉണ്ടാവും. ചേട്ടാ ഇത്തവണത്തെ 1ാം സമ്മാനം നിങ്ങൾക്ക് ലോട്ടറി ടിക്കറ്റ് എവിടെയാ? നമുക്ക് ഇന്ന് ഈ കഷ്ടപ്പാട് ദുരിതം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.